കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എന്നാൽ നമുക്കിനി ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് ബലരാമേട്ടൻ മറ്റൊരു അസുരനായ പ്രലംബനെ കൊല്ലുന്ന കഥ കേൾക്കാം. കംസൻ എന്തായാലും കൃഷ്ണനെ വിടാൻ ഭാവമില്ലല്ലോ. അതുകൊണ്ട് കൃഷ്ണനെ കൊല്ലാൻ കംസൻ നിയോഗിച്ച മറ്റൊരു അസുരനായിരുന്നു പ്രലംബൻ. അതിശക്തിമാനും ചതിയനുമായ പ്രലംബൻ കൃഷ്ണനെ കൊല്ലുന്നതിന് വേണ്ടി വേഷം മാറി ഒരു ഗോപാലനായി വൃന്ദാവനത്തിനടുത്തുള്ള കാട്ടിലെത്തി. കാട്ടിലാകട്ടെ കൃഷ്ണൻ, ബലരാമൻ, ഗോപകന്മാർ ഇവരെല്ലാം ഗോക്കളെയും മേയിച്ച് കളിച്ചുല്ലസിച്ച് നടക്കുകയാണ്. പ്രലംബൻ ഗോപാലകന്മാർക്കൊപ്പം അവരുടെ കളികളിൽ ഏർപ്പെട്ടു. തക്കം കിട്ടുമ്പോൾ കൃഷ്ണനെ കൊല്ലുക എന്നതായിരുന്നു അവൻ്റെ ഉദ്ദേശം. അവർ പശുക്കളെ മേയാൻ വിട്ടിട്ട് ഓരോ പുതിയ കളികളിൽ ഏർപ്പെട്ടു. ഇക്കുറി ഒരു അടിപിടിയാണ് നിശ്ചയിച്ചത്. അതായത് 2 ചേരികളായി തിരിഞ്ഞിട്ട് ഓരോരുത്തർ വീതം വന്ന് തമ്മിലടിക്കുക. മുഷ്ടി ചുരുട്ടി മുഖത്തും മറ്റും അടിക്കാൻ പാടില്ല. പരന്ന കൈത്തലം കൊണ്ട് അരയ്ക്ക് മീതെ അടിക്കാം. ഇങ്ങനെ പരസ്പരം അടിച്ച് ആരാണോ തോൽക്കുന്നത് അയാൾ ജയിക്കുന്നവരെ തോളിലേറ്റ് നടക്കണം. ഇതായിരുന്നു കളിയുടെ നിബന്ധന. എല്ലാവരും പുതിയ കളി നന്നേ രസിച്ചു. ഇതിനിടെ കൃഷ്ണന് പുതുതായി എത്തിയ ഗോപാലനെക്കുറിച്ച് സംശയം തോന്നി. വൈകാതെ അവനൊരു അസുരനാണെന്ന കാര്യം മനസ്സിലായി. ബലരാമനോട് മാത്രം അതേക്കുറിച്ച് രഹസ്യമായി സൂചന നൽകി. കളി ആരംഭിക്കാറായി. 2 ചേരികളിലായി ഗോപാലകന്മാർ തിരിഞ്ഞു. ഒരു ചേരിയുടെ നേതാവ് കൃഷ്ണനാണ്. ഈ ചേരിയിലാണ് ഗോപാലക വേഷത്തിലെത്തിയ പ്രലംബാസുരൻ. മറ്റേ ചേരിയുടെ നേതാവാണ് ബലരാമൻ. ആദ്യമായി ബലരാമൻ്റെ ചേരിയിൽ നിന്ന് ശ്രീതാമാവ് രംഗത്ത് വന്നു. ശ്രീതാമാവിനെ എതിർക്കാൻ കൃഷ്ണൻ്റെ ചേരിയിൽ ആർക്കും സമ്മതമുണ്ടായിരുന്നില്ല. അതിനാൽ കൃഷ്ണൻ തന്നെ സീതാമാവിനെ നേരിട്ടു. അടി കൊടുത്തും വാങ്ങിച്ചും ശ്രീതാമാവും കൃഷ്ണനും അരങ്ങിൽ കളിച്ചു. ഒടുവിൽ കൃഷ്ണൻ തറയിൽ വീണു. ശ്രീതാമാവ് വിജയിയാവുകയും ചെയ്തു. കൃഷ്ണൻ അങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണ്. തോൽക്കുന്നയാൾ ജയിക്കുന്ന ആളിനെ തോളിലേറ്റ് നടക്കണമല്ലോ. അതാണല്ലോ നിബന്ധന. അതനുസരിച്ച് കൃഷ്ണൻ സീതാമാവിനെ തോളിലേറ്റ് നടന്നു. തുടർന്ന് കൃഷ്ണൻ പ്രലംബനെയാണ് രംഗത്തിറക്കിയത്. എതിർചേരിയിൽ നിന്ന് ബലരാമനും ഇറങ്ങി. പ്രലംബന് വളരെ സന്തോഷമായി. ബലരാമനെ എളുപ്പത്തിൽ വകവരുത്താമെന്നായിരുന്നു വിചാരം. എന്നാൽ ബലരാമൻ കരുതലോടെയാണ് നീങ്ങിയത്. ഒടുവിൽ ബലരാമൻ്റെ അടിയേറ്റ് പ്രലംബൻ തോൽവി അറിഞ്ഞ മാതിരി തറയിൽ വീണു. പ്രലംബൻ്റെ സൂത്രമായിരുന്നു അത്. തോൽക്കുന്നവന് ജയിക്കുന്നവനെ എടുത്ത് നടക്കാമല്ലോ. അങ്ങനെ ബലരാമനെയും എടുത്ത് സ്ഥലം വിടാം, എന്നിട്ട് കൊന്നു ദൂരെ എറിയാം. ഇതായിരുന്നു പ്രലംബൻ്റെ വിചാരം. നിബന്ധന പ്രകാരം പ്രലംബൻ ബലരാമനെ തോളിലേറ്റ് നടന്നു. ഓരോ അടി മുന്നോട്ട് വെക്കുന്തോറും പ്രലംബൻ വലുതായി വലുതായി വന്നു. ക്രമേണ പ്രലംബൻ തൻ്റെ ഗോപാലക വേഷം മാറ്റി സ്വരൂപം പ്രാപിച്ചു. അപ്പോഴേക്കും അവൻ ആകാശം മുട്ടെ ഉയർന്നു കഴിഞ്ഞിരുന്നു. ബലരാമൻ അപ്പോഴും പ്രലംബൻ്റെ തോളിൽ പിടിച്ചിരുന്നു. പിന്നീട് ഒട്ടും വൈകിയില്ല. ബലരാമൻ പ്രലംബൻ്റെ തോളിൽ ചവിട്ടി നിന്നുകൊണ്ട് മുഷ്ടി ചുരുട്ടി തല കാഞ്ഞടിച്ചു. പ്രലംബൻ അതിഭയങ്കരമായ ഒരു ശബ്ദത്തോടെ നിലംപൊത്തി തല പിളർന്ന് രക്തം വാർന്നൊലിച്ച് പിടഞ്ഞ് ചാവുകയും ചെയ്തു. കൃഷ്ണനും മറ്റു ഗോപാലകന്മാരും ബലരാമനെ എടുത്തുയർത്തി ജയാവരവം മുഴക്കി സന്തോഷം കൊണ്ട് എല്ലാവരും മതിമറന്നു. അപ്പോഴാണ് ഓർക്കാപ്പുറത്ത് മറ്റൊരാപത്ത്. വനമാകെ തീയിൽ അമർന്നിരിക്കുന്നു. ഗോക്കളും ഗോപാലകന്മാരും കാനനവാസികളും ആയെ ഭഗചകിതരായി. എങ്ങോട്ട് പോകാനാണ്, എങ്ങനെ രക്ഷപ്പെടാനാണ്, ആർക്കും ഒരു പിടിയുമില്ല. അവർ കൃഷ്ണനെ സമീപിച്ച് കാര്യം ഉണർത്തിച്ചു. കൃഷ്ണന് സംഗതി മനസ്സിലായി. ഇനി അമാന്തിച്ചുകൂടാ. ഇനിയും വൈകിയാൽ എല്ലാം ചാമ്പലാകും. ഒരു നിമിഷം ആലോചനയിലാണ്ട ശേഷം കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ അല്പനേരത്തേക്ക് കണ്ണടക്കുക. തീ എത്രമാത്രം ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൂടി നിന്നവർ കണ്ണടച്ചു. അതിനിടെ ആളിക്കത്തിയിരുന്ന തീ കൃഷ്ണൻ തന്നിലേക്ക് ആവാഹിച്ചു. അതോടെ എങ്ങും തീ കെട്ടു. അല്പം കഴിഞ്ഞ് കൃഷ്ണൻ പറഞ്ഞു, ഇനി കണ്ണു തുറക്കുക. തീയെല്ലാം കെട്ടുകഴിഞ്ഞു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവർക്ക് വിശ്വസിക്കാനായില്ല. നിമിഷങ്ങൾക്ക് മുൻപ് കത്തിക്കാളി നിന്നിരുന്ന കാട്ടുതീ പോലും കെട്ടടങ്ങിയിരിക്കുന്നു. മാത്രമല്ല കാട്ടുതീ ഉണ്ടായതായ ലക്ഷണം പോലും അവിടെ എങ്ങുമില്ല. എങ്ങും പച്ചപ്പ് മാത്രം. ഗോപാലകന്മാർക്കുണ്ടായ സന്തോഷവും അതിശയവും പറഞ്ഞറിയിക്കാൻ വയ്യ. ഇനി നമുക്ക് കണ്ണൻ്റെ വേണുഗാനത്തെപ്പറ്റി കേൾക്കാം. വൃന്ദാവനത്തിലെ ഗോപികമാരുടെയും ഗോപാലകന്മാരുടെയും കണ്ണിലുണ്ണിയായി വളരുകയാണ് കൃഷ്ണൻ. എല്ലാവരുടെയും വാത്സല്യനിധി. കൃഷ്ണൻ്റെ കുസൃതി കാണാൻ കൊതിക്കാത്തവരായി ആരുമില്ല. അതുപോലെ ആ കൊച്ചു മിടുക്കൻ്റെ കുസൃതി നിറഞ്ഞ കൊച്ചു വർത്തമാനങ്ങൾ എത്ര കേട്ടാലും മതിവരില്ല. ചിലപ്പോഴൊക്കെ അവൻ്റെ കുറുമ്പ് കണ്ടാൽ വല്ലാതെ ദേഷ്യം തോന്നുമെങ്കിലും ആ നിഷ്കളങ്കമായ പാൽ പുഞ്ചിരി കാണുമ്പോൾ എല്ലാം മറക്കും. ഇതെന്തൊരു കുട്ടിയാണ്. എല്ലാവർക്കും അവനോട് ഇഷ്ടത്തെക്കാളേറെ സ്നേഹമൂർന്ന ഭക്തിയായിരുന്നു. ഹരികൃഷ്ണ. കൃഷ്ണനെ കൂടാതെ
ഒരു നാൾ പോലും ഗോപാലകന്മാർക്കോ ഗോപാലികമാർക്കോ കഴിഞ്ഞുകൂടുക വയ്യെന്നായി. അവനാകട്ടെ അതിമനോഹരമായി വീണ വായിക്കും. കൃഷ്ണൻ മാത്രമല്ല, ഗോപാലകന്മാരെല്ലാം വീണ വായിക്കാറുണ്ട്. എങ്കിലും കൃഷ്ണൻ കുഴലുതുമ്പോഴുണ്ടാകുന്ന ഒരു ദിവ്യാനുഭൂതി വേറെ തന്നെയാണ്. കൊച്ചുകുട്ടികൾ മുതൽ വയോവൃദ്ധർക്ക് വരെ കൃഷ്ണൻ്റെ മുരളീഗാനം തിരിച്ചറിയാം. അത്ര മനോഹരവും ഹൃദ്യവുമാണത്. എന്തിന്, മനുഷ്യരെ മാത്രമല്ല, ജന്തുജാലങ്ങളെപ്പോലും കൃഷ്ണൻ്റെ വേണുഗാനം ആകർഷിച്ചിരുന്നു. കൃഷ്ണൻ മുരളി ഊതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മേഞ്ഞു നടക്കുന്ന പശുക്കൾ പതുക്കെ നിന്ന് ആ മുരളീഗാനം ശ്രദ്ധിക്കുമായിരുന്നു. അതുപോലെ ഓടിക്കളിച്ചു നടക്കുന്ന മാൻപേടകൾ കൃഷ്ണൻ്റെ അടുക്കൽ ഓടിയെത്തി ഓടക്കുഴൽ നാദത്തിൻ്റെ ഈണത്തിൽ മതിമറന്ന് നൃത്തം വെക്കുമായിരുന്നു. എന്തിന്, ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ പോലും ആ വേണുഗാനം കേട്ടാൽ തൊട്ടടുത്ത വൃക്ഷത്തിൽ ചേക്കേറി നിന്ന് അത് ആസ്വദിച്ചിരുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ. വൃക്ഷലതാദികൾക്കും കാട്ടരുവികൾക്കുമൊക്കെ കൃഷ്ണൻ്റെ വേണുഗാനത്തിൽ നവോന്മേഷം ലഭിച്ചിരുന്നു. അങ്ങനെ സർവ്വചരാചരങ്ങൾക്കും കൃഷ്ണൻ പ്രിയപ്പെട്ടവനായി തീർന്നു. കൃഷ്ണനാവട്ടെ ആരുടെയും പ്രിയവും അപ്രിയവും ഒന്നും ശ്രദ്ധിക്കാതെ കുസൃതികളും കുണ്ടാമണ്ടിത്തരങ്ങളും കാട്ടി കളിച്ചുല്ലസിച്ച് നടന്നു. ഇതിൽ ഏറെ സന്തോഷിച്ചതും അഭിമാനിച്ചതും വൃന്ദാവനവാസികളായിരുന്നു. കാരണം മറ്റാർക്കും ലഭിക്കാത്ത ഒരു സൗഭാഗ്യമാണല്ലോ ഈ കുട്ടിയുടെ സാന്നിധ്യത്തിലൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഗോപികമാർക്കാകട്ടെ കൃഷ്ണൻ്റെ ശരീരകാന്തിയിലും പാൽപുഞ്ചിരിയിലും കളി വർത്തമാനങ്ങളിലും കുറുമ്പിലുമെല്ലാം ഒരു പ്രത്യേക വശ്യത തോന്നിയിരുന്നു. അവരുടെ സംസാര വിഷയം എല്ലായ്പ്പോഴും ഈ കൊച്ചു ബാലൻ തന്നെ. അവർക്ക് എപ്പോഴും കൃഷ്ണനെ കാണണം, അവനോട് കളിക്കുകയും അവൻ്റെ മുരളീഗാനം കേൾക്കുകയും വേണം. കൃഷ്ണനാവട്ടെ ആരെയും പിണക്കാതെ എല്ലാവരോടും വളരെ ഇഷ്ടത്തോടും അടുപ്പത്തോടും പെരുമാറി. കൃഷ്ണൻ എന്നും എല്ലാ വീട്ടിലും ചെല്ലുമായിരുന്നു. മുതിർന്നവരെ ബഹുമാനിക്കാനും സമപ്രായക്കാർക്കൊപ്പം കളിക്കാനും കൃഷ്ണന് കഴിഞ്ഞു. വീടുകളിലെ അടുക്കളകളിൽ കയറി സാന്ദ്രത്തോടെ ആഹാരം എടുത്ത് കഴിക്കാനും കൃഷ്ണന് ഒട്ടും മടിയില്ലായിരുന്നു. എല്ലാവർക്കും അത് സമ്മതവും സന്തോഷവുമായിരുന്നു. ഇങ്ങനെയൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം കണ്ണൻ ഒരു കുസൃതി ഒപ്പിച്ചു. എന്താണെന്നല്ലേ? ഗോപികമാരുടെ വസ്ത്രം മോഷ്ടിച്ചു. ആ കഥ എന്താണെന്ന് കേട്ടോളൂ. കാർത്യായനി ദേവിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള വ്രതത്തിലേർപ്പെട്ടിരിക്കുകയായിരുന്നു വൃന്ദാവനത്തിലെ ഗോപികമാർ. വ്രതാനുഷ്ഠാനത്തോടനുബന്ധിച്ച് ഗോപികമാർ അതിരാവിലെ തന്നെ യമുനാ തീരത്തെത്തും. തണുത്തുറഞ്ഞ യമുനാജലത്തിൽ മുങ്ങി കുളിക്കും. കുളി കഴിഞ്ഞ് പുഴവക്കത്ത് മണ്ണുകൊണ്ട് ദേവി വിഗ്രഹമുണ്ടാക്കും. വിഗ്രഹത്തിൽ പുഷ്പമാല്യങ്ങൾ ചാർത്തി നൈവേദ്യങ്ങൾ സമർപ്പിച്ച് സ്വന്തം ആഗ്രഹ സാഫല്യത്തിനായി പ്രാർത്ഥിക്കും. ഇതായിരുന്നു അവരുടെ വ്രതാനുഷ്ഠാന രീതി. ഒരു നാൾ ഗോപികമാർ അതിരാവിലെ യമുനയിൽ കുളിക്കുകയായിരുന്നു. വസ്ത്രങ്ങൾ കരയിൽ അഴിച്ചുവെച്ച് നദിയിലിറങ്ങി നീന്തിക്കുളിച്ച് രസിക്കുകയായിരുന്നു അവർ. അത് രാവിലെ ആയതിനാൽ ആരും തന്നെ ആ വഴിക്ക് വരികയില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അല്ലെങ്കിലും സ്ത്രീകളുടെ കുളിക്കടവിൽ ആരും എത്തി നോക്കാറില്ല. ഈ ഉറപ്പിലാണ് ഗോപികമാർ വസ്ത്രങ്ങളൊന്നുമില്ലാതെ നദിയിൽ കളിച്ചുല്ലസിച്ചിരുന്നത്. എന്നാൽ അപ്പോൾ നമ്മുടെ കുസൃതിക്കുട്ടനായ കൃഷ്ണൻ അന്നേരം അതുവഴി കടന്നു പോകാനിടയായി. കുറേ വസ്ത്രങ്ങൾ അവിടെ കിടക്കുന്നത് കൃഷ്ണൻ കണ്ടു. നദിയിൽ കുളിക്കാനിറങ്ങിയ ഗോപികമാരുടേതാണ് അവയെന്ന് കൃഷ്ണന് മനസ്സിലായി. കുളിച്ചു തിമർക്കുന്ന ഗോപികമാർ അറിയാതെ കൃഷ്ണൻ ആ വസ്ത്രങ്ങൾ എല്ലാം തൊട്ടടുത്തുള്ള ഒരു ആൽമരക്കൊമ്പിൽ തൂക്കിയിട്ടു. അപ്പോഴും ഗോപികമാർ സംഗതിയൊന്നും അറിയാതെ നീന്തിത്തുടിച്ച് കുളിക്കുകയായിരുന്നു. കൃഷ്ണൻ ആലിൻ കൊമ്പത്തിരുന്ന് ഓടക്കുഴലാൻ തുടങ്ങി. നീന്തിത്തുടിച്ചിരുന്ന ഗോപികമാർ പെട്ടെന്ന് നിശ്ചലരായി. അവർ പരസ്പരം നോക്കി. അവരുടെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു. കൃഷ്ണൻ 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 ഓടക്കുഴലൂതുന്നു, അവർ പരസ്പരം പറഞ്ഞു. അവരുടെ മനസ്സ് ആഹ്ലാദത്താൽ മതിമറന്നു. അവർ സന്തോഷം സഹിക്കവയ്യാതെ കൃഷ്ണ കൃഷ്ണ ഞങ്ങൾ ഇതാ വരുന്നേ എന്ന് ഒച്ചയിട്ടുകൊണ്ട് വസ്ത്രങ്ങൾ എടുത്തണിയാനായി കരയിലേക്ക് കയറി. എവിടെ വസ്ത്രങ്ങൾ? അവർ പരസ്പരം ചോദിച്ചു. വസ്ത്രം കിട്ടാതെ വിഷണ്ണരായി അവർ വീണ്ടും വെള്ളത്തിൽ ഇറങ്ങി നിന്നു. അപ്പോഴേക്കും കൃഷ്ണൻ്റെ മുരളീഗാനം വളരെ വ്യക്തമായി കേൾക്കായി. തൊട്ടടുത്ത് എവിടെ നിന്നോ കേൾക്കുന്നത് പോലെ ഗോപികമാർ നാലുപാടും നോക്കി. ഒരിടവും കൃഷ്ണനില്ല. ഗോപികമാർ നാലുപാടും നോക്കുമ്പോൾ കൃഷ്ണൻ ഓടക്കുഴലത്ത് നിർത്തും. അവർ ശ്രദ്ധ തിരിയുമ്പോൾ വീണ്ടും തുടങ്ങും. അവർ നോക്കുന്ന ദിശകളുടെ എതിർദിശയിൽ നിന്നെന്ന പോലെ മുരളീഗാനം ഒഴുക്കിക്കൊണ്ട് കൃഷ്ണൻ അവരെ കളിപ്പിച്ചു. ഏറെ നേരം കൃഷ്ണൻ അവരെ ഇങ്ങനെ വിഷമിപ്പിച്ചു. ഒടുവിൽ ഗോപികമാർ കേണപേക്ഷിച്ചു. കൃഷ്ണ, നീ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ കുറുമ്പ് കാട്ടുന്നത്? എത്ര നേരമായി നീ ഞങ്ങളെ വിഷമിപ്പിക്കുന്നു? ഇനിയും ഞങ്ങൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ നിന്നാൽ തണുത്ത് വിറങ്ങലിച്ച് ചാവുകയുള്ളൂ. നീ എവിടെയാണ്? പറയൂ, ഞങ്ങളുടെ മുമ്പിൽ വരൂ. ഗോപികമാരുടെ വാക്കുകൾ കേട്ട് കൃഷ്ണന് ദയ തോന്നി. കൃഷ്ണൻ ഉച്ചത്തിൽ ഓടക്കുഴലൂതി താൻ എവിടെയാണെന്ന് അവർക്ക് കാട്ടിക്കൊടുത്തു. അതാ കൃഷ്ണൻ ആ ആലിന്മേൽ. ഗോപികമാർ ആർത്തു വിളിച്ചു. അയ്യോ കൃഷ്ണ, നീ എന്താണ് ഈ കാട്ടിയിരിക്കുന്നത്? ഞങ്ങളുടെ ചേലകളാണോ വൃക്ഷത്തുമ്പിൽ തൂക്കിയിട്ടിരിക്കുന്നത്?
എന്തിനാണ് ഞങ്ങളോട് കുസൃതി കാട്ടുന്നത്? സ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിച്ചിട്ടാണോ കളിക്കുന്നത്? നിനക്ക് നാണമില്ലേ? കൊച്ചു കുട്ടിയാണെങ്കിലും കുറുമ്പ് അതിര് കടക്കുന്നുണ്ട് കേട്ടോ. ഗോപികമാർക്ക് സങ്കടവും ദേഷ്യവും തോന്നി. കൃഷ്ണൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. നാണം തോന്നേണ്ടത് എനിക്കല്ല. വസ്ത്രങ്ങളൊന്നും ഉടുക്കാതെ നദിയിൽ നീന്തിക്കുളിച്ച് മറിയുന്ന നിങ്ങൾക്കാണ്. കൃഷ്ണൻ പറഞ്ഞു. നോക്കൂ, ഞങ്ങൾ വ്രതത്തിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ വന്ന് ഇങ്ങനെ കുളിക്കുന്നത്. നീ ഇങ്ങനെ ഉപദ്രവിക്കരുത്. ഗോപികമാർ പറഞ്ഞു. ഉപദ്രവമോ? ഇങ്ങനെ കുളിച്ചാലാണ് ഉപദ്രവം ഉണ്ടാവുക. നിങ്ങൾക്കറിയില്ലേ, ഇങ്ങനെ കുളിച്ചതിന് പണ്ട് കുബേരൻ്റെ മക്കളെ നാരദൻ ശപിച്ചത്? നിങ്ങൾക്ക് അത്തരം ശാപം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അതല്ലാതെ നിങ്ങളെ ഉപദ്രവിക്കാനൊന്നുമല്ല, കൃഷ്ണൻ പറഞ്ഞു. എന്നാൽ ഇനിമേൽ ഞങ്ങൾ ഇങ്ങനെ കുളിക്കില്ല, ഉറപ്പു തരുന്നു. ആ വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് തരൂ. ഞങ്ങൾക്ക് വല്ലാതെ തണുക്കുന്നു. ഞങ്ങൾ കരയ്ക്ക് കയറട്ടെ. ഗോപികമാർ കൃഷ്ണനോട് കെഞ്ചി. കൃഷ്ണൻ വിട്ടില്ല. ആ കുസൃതി കുടുക്ക ഗോപികമാരോട് പറഞ്ഞു. അതുപോരാ, നിങ്ങൾ വസ്ത്രങ്ങൾ ഉടുക്കാതെ യമുനയിൽ ഇറങ്ങിയത് തെറ്റായിപ്പോയി. യമുന പുണ്യ നദിയാണ്. അതിനെ നിങ്ങൾ ഇത്തരത്തിൽ അശുദ്ധമാക്കരുതായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കരയ്ക്ക് കയറി തലയ്ക്കുമീതെ കൈ കൂപ്പിക്കൊണ്ട് ദേവിയോട് മാപ്പപേക്ഷിക്കുകയും ഇനിമേലിൽ ഇത് ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്യണം. എങ്കിലേ വസ്ത്രം തരൂ. കൃഷ്ണൻ്റെ നിർദ്ദേശം കേട്ട് ഗോപികമാർ പരസ്പരം നോക്കി. കൃഷ്ണനോട് നമ്മുടെ കളി ഒന്നും നടക്കില്ല. അവർ പറയുന്നത് അനുസരിക്കാതെ ഗതിയില്ല. അവർ കൃഷ്ണൻ്റെ നിർദ്ദേശം അനുസരിച്ചു. കൃഷ്ണൻ അവർക്ക് വസ്ത്രങ്ങൾ താഴേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം സാധാരണയായി ഗോപികമാർക്ക് കൃഷ്ണനോട് അപ്രിയം തോന്നേണ്ടതാണ്. പക്ഷേ അവർക്ക് അവനോട് അപ്രിയം തോന്നിയില്ല എന്നല്ല, ഭക്തിപൂർവമായ സ്നേഹം വർദ്ധിക്കുകയും ചെയ്തു. അസാധാരണമായ ബാലലീലകളും സാഹസിക കൃത്യങ്ങളും കൃഷ്ണനെ ഒരതിമാനുഷനായ ബാലനാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ കുസൃതികളെയും അവർ അത്തരത്തിലേ കണ്ടിരുന്നുള്ളൂ. ഹരേ കൃഷ്ണ. അപ്പോൾ മറ്റൊരു കഥയുമായി ഇനി നാളെ കാണാം. അതുവരെ എല്ലാവരും സുഖമായിരിക്കൂ.